കുക്കൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഗോതമ്പ് പൊടി വെച്ച് നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ ഈസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ 4 സ്പൂൺ പഞ്ചസാര ഇടണം. ഒരു നുള്ളുപ്പ്. ഞാൻ ഇതിലേക്ക് 1 ഗ്ലാസ് ചൂടുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു 8 സ്പൂൺ പാലൊഴിക്കുന്നുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് ഇതൊന്ന് ആക്ടിവേറ്റ് ആയിട്ട് വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഈസ്റ്റ് നന്നായിട്ട് ആക്ടിവേറ്റ് ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരുവം. ഇതിലേക്ക് 2 ഗ്ലാസ് ആട്ടയാണ് എടുക്കുന്നത്. ഒരു സ്പൂൺ ഉപ്പും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് പാലും ഈസ്റ്റും കൂടെ ചേർത്ത് ഒന്ന് കുഴച്ചെടുത്തിട്ട് വരാം. ഇതിലേക്ക് റൂം ടെമ്പറേച്ചറുള്ള ഒരു ബട്ടർ 2 സ്പൂണും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ഒട്ടുന്നൊരു പരുവാണ്. നമ്മുടെ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നതിനേക്കാളും കുറച്ച് ലൂസായിട്ടുള്ളതാണ്. അപ്പം നമുക്കിത് കൗണ്ടർ ടോപ്പിലിട്ട് ഒരു 10 മിനിറ്റ് ഇത് കുഴച്ചെടുക്കണം. അപ്പോഴേ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളിത് ടൈം സെറ്റ് ചെയ്തിട്ട് നിങ്ങളിത് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാൻ 10 മിനിറ്റ് കുഴച്ചെടുത്തിട്ട് വരാം. മാവ് കുഴച്ചെടുത്തൊരു 10 മിനിറ്റ്. അപ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. പാത്രത്തിൻ്റെ സൈഡിലെല്ലാം എണ്ണ തടവി കൊടുത്തു. പൊങ്ങി വരുമ്പം ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. മാവ് ഒരു 2 മുതൽ 3 മണിക്കൂർ വരെ എടുക്കും ഒന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടി. അപ്പോൾ നമുക്കതിനെ വെയിറ്റ് ചെയ്യാം. അതൊരു പാത്രത്തിൽ ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ട് മാവൊന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ച് ഉള്ളിലോട്ടാക്കി സൈഡിലെല്ലാം നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഞാനിവിടെ ഒരു ബ്രെഡിൻ്റെ ഷേപ്പിലുള്ള ഒരു മോൾഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ടൊന്ന് വെച്ച് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാനൊരു നനഞ്ഞ തുണി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടുള്ള ഏതെങ്കിലും സ്ഥലത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് പൊങ്ങി വരും. മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊരു 30 മിനിറ്റ് എടുത്തു ഇത് പൊങ്ങി വരാൻ വേണ്ടി. ഇപ്പോൾ പാചകം ചെയ്യുന്ന സമയത്ത് ഗ്യാസിൻ്റെ അടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരും. അല്ലാന്നുണ്ടെങ്കിൽ ഓവനിൽ ഇത് ലൈറ്റ് ഇട്ടിട്ട് ഒരു 30 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു ഷൈനിങ്ങിന് വേണ്ടി പാലൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഓരോ ഓവനിലും ടെമ്പറേച്ചർ വ്യത്യാസമായിരിക്കും. ഇപ്പോൾ എൻ്റെ ഓവനിൽ 175 ഏറ്റവും കുറവ് ടെമ്പറേച്ചർ. അപ്പോൾ അതിലാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത് ബ്രെഡ്. ആദ്യം ഒരു 10 മിനിറ്റ് 175 ഡിഗ്രി തന്നെ അത് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം വേണം ഈ ബ്രെഡ് ഓവനിൽ വെക്കാൻ വേണ്ടി. അതൊരു 175 ഡിഗ്രി തന്നെ ഒരു 35 മിനിറ്റ് എടുക്കും ഇതൊന്ന് ബേക്കായി കിട്ടാൻ വേണ്ടി. അപ്പോൾ ഞാനൊന്ന് ബേക്ക് ചെയ്തിട്ട് വരാം. ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ബ്രെഡാണ്. ബ്രെഡ് ഞാൻ ഓവനിൽ നിന്ന് എടുത്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ബ്രെഡിൻ്റെ ഒരു നല്ലൊരു മണമുണ്ട് വീട്ടിലെല്ലായിടത്തും. നല്ല ടേസ്റ്റുമാണ് അതേപോലെ തന്നെ വീറ്റിൻ്റെ ബ്രെഡ്. അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഞാൻ ബ്രെഡ് കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ തോന്നും ബ്രെഡ് നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. താങ്ക്